ഹായ്, ഞങ്ങളിപ്പോൾ വയനാട്ടിലെ എടക്കൽ കേവ്സിൻ്റെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. സുൽത്താൻ ബത്തേരി അടുത്ത എടക്കൽ കേവ്സിലാണ്. അതെ, അതെ, തമിഴ്നാട്, കേരള, തമിഴ്നാട്, കർണാടക കറങ്ങി വീണ്ടും ഞങ്ങൾ കേരളത്തിലെത്തി. വയനാട്ടിലെ എടക്കൽ കേവ്സ് നല്ല ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. നല്ല കയറ്റമുണ്ട്. അതെ, സ്റ്റോൺ ഏജിലാണ്. ഓ, ഒരുപാട് കാണാനുണ്ട്. ഈ കയറ്റം കഴിഞ്ഞ് എന്തോ 400 സ്റ്റെപ്പും കയറണം. ഓക്കെ, ഇതൊക്കെ സ്റ്റോണിലുള്ള എന്തോ കാർവിങ് ചെയ്യുന്നുണ്ടോ? ഓ, അതെ അതെ, സ്റ്റോൺ ഏജിലാന്ന് തോന്നുന്നില്ല. ഓക്കെ, ഈ കയറ്റം 1 കിലോമീറ്ററിന് മുകളിൽ കയറിയിട്ട് പിന്നെ 400 സ്റ്റെപ്പ്. ഇത് ഫുൾ ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുക. യെസ്, 1 കിലോമീറ്റർ ഉണ്ട്. 1 സൈഡ് അല്ല, ഇപ്പോഴും എടുത്ത് കയറി തുടങ്ങിയിട്ട് പറഞ്ഞാലായി. അയ്യോ, ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയിൽ, ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയിൽ. അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. കയറ്റം ഇച്ചിരി പാടാണല്ലോ, നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അതിനിടയ്ക്ക് എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ. ഇതാ നോക്കട്ടെ, ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. റെസ്റ്റോറൻ്റ് അല്ലോ, അല്ല മഡ് ഹൗസോ? ഓ, ആണോ? നോക്കട്ടെ. എന്തോ വിളക്കൊക്കെ ഇട്ട, വിളക്കല്ല, ലൈറ്റാ. ഓ, കാടിന് നടുക്ക് ഒരു ഹൗസാണ്. നേരത്തെ കിട്ടുന്നുണ്ട്. അവിടെ മഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടെയൊക്കെ ഉണ്ട് മഡ്. ഞങ്ങൾ ഈ പടം പിടിച്ച് റിസോർട്ടാണോ? ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു കോട്ടേജാണ്. ശരിയാ. ഇവിടെ വേറൊരെണ്ണം ഉണ്ട്. ഇവിടെ മെയിൻ ലൈറ്റൊക്കെ ഇട്ട് ഡൈനിങ് ഏരിയ പോലെ. റിസോർട്ട് എന്തോ ആണ്. മൊത്തം കണ്ടോ, എന്താ ഈറ്റയ്ക്കിടയ്ക്ക് അതാ. ഇനിയും കയറാനുണ്ട്. കല്ലിലൊക്കെ എന്തൊക്കെയുണ്ട്. ഇവിടെ വരുന്നവർ മെയിനായിട്ടും തൊപ്പി, നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തൊപ്പി വേണം. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, സോ കുട വേണം പറയലാൾ. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വെക്കണം. പിന്നെ ഉറപ്പായിട്ട് ഷൂസ് ഇട്ട് കയറുക, അല്ലെങ്കിൽ കാലിൻ്റെ ഇടപാട് തരും. യെസ്, ഓക്കെ. ഇനി അത് ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, കയറ്റം കയറി മുകളിലെത്തി. ഇനിയിപ്പോൾ എടക്കൽ കേവ്സിൻ്റെ സ്റ്റെപ്പ് കയറാൻ പോവാം. 400 സ്റ്റെപ്പുണ്ട്, 1 വേ. അത് കയറട്ടെ. കോലം കണ്ട അവശതയായിപ്പോയി. ഇനി സ്റ്റെപ്പ് കൂടി കയറുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. നോക്കാം. എല്ലാവരും മുകളിൽ കയറുവാണ്. പിള്ളേർക്ക് പിന്നെ ക്ഷീണമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഓടി കയറുക. നോക്കി കയറണം, ഇല്ല വീഴും. ഞാൻ മുകളിൽ ചെന്നിട്ട് കാണിക്കാം. അതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ഞാനല്ലേ സ്റ്റെപ്പ് കയറുമ്പോൾ നോക്കി കയറിയില്ലെങ്കിൽ പണിയാ. ഞാൻ അവിടെ ചെന്ന് ഇതൊന്ന് കാണേണ്ട വഴിയാണ് കേട്ടോ. ഇതിനിടയ്ക്കൂടി വേണം സ്റ്റെപ്പ് കയറി പോവാൻ കേട്ടോ. ഇങ്ങനെ 2 പാറകളുടെ ഇടയ്ക്കൂടി ഇങ്ങനെ കഷ്ടി കണക്കാനുള്ള സ്റ്റെപ്പ് കയറി ഓരോന്നായിട്ട് കയറി പോകണം. കയറി പോവാണ്. എവിടേക്കാ? ഗുഹ അല്ലേ? പാറ കയറി പോവാ കേട്ടോ. ഇങ്ങനെ കയറണം. കയറി അതെ, കയറി അങ്ങ് മുകളിൽ ചെല്ലണം. കയറിക്കോ. വെള്ളം ഒഴുകി വരുന്നുണ്ട്. ചവിട്ടാതെ കയറിപ്പോ. കയറി ചവിട്ടാതെ കയറി പോണേ. വെള്ളത്തിൽ
സൂക്ഷിച്ച് സൂക്ഷിച്ച് കയറി കയറി കയറിക്കോ കയറിക്കോ. ശബരിമലയ്ക്ക് പോകണമെന്നാണ് ഞാൻ. ഇനിയിപ്പോൾ ശബരിമല പോകണമെന്നില്ല, പാപമൊക്കെ തീർന്നു. അയ്യോ, ഞാൻ കുറച്ച് കയറിയിട്ട് കാണിക്കാം. കണ്ടോ, ഇതാ കയറണ്ടേ. ഞാൻ അതിൻ്റെ മുകളിലെത്തി. അയ്യോ, തെക്കൻ കേസിൻ്റെ വ്യൂ പോയിൻ്റാണിത്. അതിൻ്റെ മുകളിലെത്തി. സ്റ്റെപ്സൊക്കെ കയറിയാണ് വന്നത്. കുത്തനെയുള്ള സ്റ്റെപ്സൊക്കെ കയറിയാണ് വന്നത്. കണ്ടോ, താഴെ ഗുഹയിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ പണ്ട് ശിലായുഗത്തിലുള്ള ഈ പാറയിലൊക്കെ കൊത്തിയിട്ടേക്കണ ഓരോ എഴുത്തുകളും അവരുടെ സയൻസും അവരുടെ ലാംഗ്വേജൊക്കെയാണ് ശിലാലിഖിതങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതാണ്. മൊത്തം ഭയങ്കര ഒരു വലിയൊരു ഗുഹയാണ്. ചുറ്റും നോക്കിയാൽ മൊത്തത്തിലൊരു വലിയ ഗുഹയാണ്. ഇവിടെ എല്ലാം ഉണ്ട്, കാർവിങ്സ് ഇവിടെ എല്ലാം ഉണ്ട്. അവിടുന്ന് മുകളിൽ നിന്നുള്ള ലൈറ്റ് വരുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സൊക്കെ കാണുന്ന ഗുഹ പോലെ ഉണ്ടല്ലേ. അവിടെ കൂടി ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്. പാറകളാണ്. ഈ പാറയിലും എല്ലാം മൊത്തം ഇങ്ങനെ കാർവിങ്സ് ഉണ്ട്. പിള്ളേർക്ക് ഒരു ക്ഷീണവും മരുന്നില്ലാന്ന് തോന്നുന്നു. നമ്മളാണ് ക്ഷീണിച്ച് ഭയങ്കര വയ്യാണ്ടായി ഇത്രയും കയറി വന്നപ്പോൾ. അവരുടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. ഓരോ കല്ലിൽ നിന്ന് ഓരോ കല്ലിലേക്ക് ഇറങ്ങി വേണം പോവാൻ. അമ്മാ, എന്തൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഹൈറ്റിലാണ്, നല്ല ഹൈറ്റിലാണ്. പണ്ടത്തെ പാത്രം എന്തോന്നു. രൂപങ്ങളൊക്കെ താഴെ ഇങ്ങനെ കൊത്തിയിടിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ രൂപങ്ങളാണ്. ഭയങ്കര ബഹളമാണ്. ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ അങ്ങനെ ഒരു അങ്ങോട്ട് കടത്തി വിടത്തില്ല, അവിടെ ഗേറ്റാണ്. ഇങ്ങനെ ഇതിലെ ഇങ്ങനെ കയറാം. കയറി ഇവിടെ നിന്ന് ഇങ്ങനെ അവിടം വരെ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ എന്തോ ഒരു വ്യൂ ഉണ്ട് ഗേറ്റിൻ്റെ അവിടെ കാണാൻ. ഇടുങ്ങിയൊരു പാറ പോലെ, അതിൽ കടത്തി വിടത്തില്ല, ഗേറ്റ് വെച്ച് അടച്ചേക്കുക. അവിടെ കൊണ്ടേ കാണിക്കാം. ഇതുവഴി വേണം അങ്ങോട്ട് പോകാൻ. മൊത്തം പാറയാണ്, ഫുള്ള്. മുകളിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടെന്ന് തെന്നി കിടക്കുക. പായല അവിടെ സൈഡൊക്കെ മൊത്തം കണ്ടോ. അമ്മ ചെളി. വ്യൂ ആണ്.
എന്തൊക്കെയോ ഉണ്ട്. അവിടെ എന്തോ ഭാഷയൊക്കെയാണ് കൊത്തി വെച്ചേക്കുന്നത്. ഒരു പായല, ഒരു ഇടുക്ക, പാറയുടെ ഇടുക്കാണ്. രണ്ട് പാറകൾ തമ്മിൽ ചേർന്നിരിക്കേണ്ട ഒരു ഗ്യാപ്പ്. അതിൽ ആളിറങ്ങാതിരിക്കാൻ കമ്പി വെച്ചിട്ടുണ്ട്. അവരുടെ ശിലായുഗത്തിലെ ഭാഷയാണ്. അവർ വന്നതാ. ഇതിങ്ങനെ രണ്ട് പാറകളാണ്, അതിനിടയ്ക്കൂടുള്ള ഗ്യാപ്പാണ്. വലിയ രണ്ട് പാറകളുടെ ഇടയ്ക്കൂടെ ഉള്ള ഒരു ഗ്യാപ്പ്. അപ്പുറം കാണാം കുത്തനെ. നടിയിലൊക്കെ കല്ലുകൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കല്ല് ഇവിടെ ഇങ്ങനെ ഗ്രില്ല് വെച്ച് അടച്ചേക്കുവാണ്. രണ്ട് പാറകളുടെ വിടവാണ് കേട്ടോ, രണ്ട് പാറകളുടെ വിടവാണ്. ഇതാണ് ഇടയ്ക്കൽ കേവ്. വയനാട് വരുന്ന ആളുകൾ മിസ്സാക്കരുത്. നല്ല ദൂരം നടക്കണം, കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇത് എത്തിപ്പെടാൻ നല്ല പാടാണ്, എന്നാലും വന്നാലും വേർത്താണ്. മൊത്തം കേവിൻ്റെ വ്യൂ ആണ്. നമ്മൾ വന്ന വഴി സ്റ്റെപ്പ്, ഒരുപാട് സ്റ്റെപ്പ്, 450 സ്റ്റെപ്പ് എന്തോ ഉണ്ട്. വേഗം എടാ, നീ ഇതിലെ വേണം ഇറങ്ങി പോവാൻ. വേഗം വാ, ഇതിലെ ഇറങ്ങി വാ. ഈ കല്ലിൽ നിന്നാണ് ഇറങ്ങി പോവാൻ. മുകളിൽ ഒരു സ്ത്രീയും കൈ പിടിച്ച് നിൽക്കുന്നതാണ്. ഒരു കുട്ടി കാണുന്നത് സൂര്യനെ അനുസരിച്ചത്. പണ്ട് കാലത്ത് ജനങ്ങൾ ദയവായിട്ട് അടച്ചിരുന്ന സൂര്യൻ. ആളുകളൊരു മൈലിൻ്റെ ചിത്രമുണ്ട്, ഒരു ചൂപ്പ് കാണുന്നില്ല. അവിടെ ലാഡർ പോലെ അത് ഒരു ഇഞ്ചുകൊണ്ട് ചിത്രം കാട്ട് ബേക്കൽ. അതിനകത്ത് എനിക്കൊരു വീലുകളുണ്ട്. ഈ കാട്ട് ബേക്കലൊക്കെ വരാൻ കാരണം 6000 വർഷം പഴക്കമുണ്ടെങ്കിലും പിന്നീടും ജനങ്ങൾ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താമസിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാട്ട് ബേക്കൽ ചിത്രങ്ങൾ വരാൻ പറയപ്പെടുന്നത്. ഇങ്ങോട്ട് എടയ്ക്കൽ ഗുഹയുടെ ചരിത്രമാണ്. അതായത് ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. ഇതൊരു പുരുഷനും സ്ത്രീയും അമ്പും വില്ലും പിടിച്ച് നിൽക്കുന്നതാണ്. ഹണ്ടിങ് കപ്പിൾ എന്ന് പറയും. ഇത് പുരുഷൻ, സ്ത്രീ ഇങ്ങനെ ഡാൻസിങ് പൊസിഷൻ നിൽക്കുന്നതാണ്. അമ്പും വില്ലും പിടിച്ച് നിൽക്കുന്നത്. ഇത് ഒരു ലേഡി ഒരു കാർഡ് വെഹിക്കിളിൽ നിൽക്കുന്നത്. ഇതേ സമയത്ത് അവർ ഉപയോഗിച്ച വെപ്പൺസ്, ഗോവാമ്പാരോ, സ്റ്റോൺ ആക്സ്, ഇത്തരം വെപ്പൺസ് ഉപയോഗിച്ച് അവർ ഹണ്ടിങ് ചെയ്തതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോണേജ് സമയത്തുള്ള ജനങ്ങൾ താമസിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. പിന്നെ അവിടെ 2 ലിപികളുണ്ട്. അത് ബ്രാഹ്മി തമിഴും പ്രാചീന സംസ്കൃതത്തിലെ 2 ലിപികളാണ്. അത് കണ്ടുപിടിക്കുന്നത് 2500 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ബ്രാഹ്മി തമിഴ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിലെത്തിയിരിക്കുന്നത് പല പുലി താനന്തകാരി വീടും പൂമലയും കച്ചബലം ശക്തി എന്നാണ്. പല പുലിയെ കൊന്ന ധൈര്യശാലിയായ ഒരു നേതാവ് ഗുഹയിൽ താമസിക്കുന്നതാണ്. 2003-2500 വർഷം പഴക്കമുണ്ട്. അങ്ങനെ സ്റ്റെപ്പായിട്ട് ആളുകൾ താമസിക്കുന്നു. സ്റ്റെപ്പായിട്ട് ലേറ്റസ്റ്റ് ലിപികളാണ്. ഇത് കണ്ടുപിടിക്കുന്നത് ഗുഹ 1894 അന്നത്തെ മലബാറിൻ്റെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് ഫൗസറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ്. സമുദ്രത്തിൽ നിന്ന് 4000 രൂപയ്ക്ക് സ്ഥിതി ചെയ്യുന്നു. 2 കേബിൾ സാറ് വളരെ താഴെ നിന്ന് വന്നപ്പോൾ കണ്ടത് ഈ കല്ല് വന്ന് 2 മലയുടെ ഇടയ്ക്ക് വന്ന് വീണേക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇടക്കല്ലെന്ന് പേര് വന്നേക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കല്ല് ഇതിനിടയ്ക്ക് വന്നേക്കുന്നത് കൊണ്ട്
അങ്ങനെ ഞങ്ങൾ അങ്ങനെ കേവ്സിൻ്റെ കേവ്സിലെ കാഴ്മയൊക്കെ കണ്ടിറങ്ങി. ഇതാണ് ഇവിടുത്തെ വ്യൂ. നേരത്തെ കാണിച്ചായിരുന്നു വ്യൂ ആണ്. ഇനി ഇവിടെ താഴെ ഞാൻ കാണിച്ചുതരാം. വ്യൂ ആ വണ്ടിയൊക്കെ കിടക്കുന്നില്ലേ, അവിടെ വരെ ഇനി ഇറങ്ങണം. അയ്യോ, നല്ല അടിപൊളി വ്യൂ ആണ്. അത് ചരിത്രം അടുത്ത ഫോറസ്റ്റ് ഓഫീസിൽ നമുക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. 6000 വർഷം പഴക്കമുണ്ട്. അതെ, 6000 വർഷം പഴക്കമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് കണ്ടുപിടിച്ചത് ലിപികളാണ്. അതായത് തമിഴ് ബ്രാഹ്മണും സാൻസ്ക്രിറ്റും കൂടെ ചേർത്ത്. അത് പറഞ്ഞിരിക്കുന്നത് ഒരു ബ്രേവായിട്ടുള്ള ഒരു ഒത്തിരി പുലിയൊക്കെ കൊന്ന ഒരു വാരിയർ ഇതിൻ്റെ അകത്ത് താമസിച്ചിരുന്നതാണ്. ഒരു ഗോത്രം ഇതിൻ്റെ അകത്ത് താമസിച്ചിരുന്നതെന്നാണ്. അതിനിടയ്ക്ക് വാവയ്ക്ക് ചെറിയ കുഞ്ഞു പരിക്ക് വെച്ചു, ഇടിച്ചു ഷാരയിലല്ലേ, ബ്രേവ് ഗേളല്ലേ അല്ലേ, കൈ ഒന്ന് ചെറുതായിട്ട് ഇടിച്ചു. കയ്യും നെഞ്ചും ഒന്ന് ഇടിച്ചു. അതെ, അത്രേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അത് ഇടിച്ച് വീഴാൻ കാരണക്കാരൻ ദേ നിൽക്കണ ചാമ്പ്യനാണ്, പിടിച്ച് വലിച്ചതല്ലേ. ഓ ശരി ശരി. ഞങ്ങളിനി പതിയതാ ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ ഇനി അതിനേക്കാൾ പാടാണ് ഇറങ്ങി ഇനി കല്ലിൻ്റെ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്, ഇറങ്ങി അങ്ങ് പോകണം. അപ്പം ഞങ്ങൾ താഴെ എത്തി പറയാം ബാക്കി. ഓക്കെ, താഴേക്ക് ഇറങ്ങട്ടെ. അങ്ങനെ ഇത്രയും സ്റ്റെപ്സ് ഇറങ്ങി ഞങ്ങൾ താഴെ വന്ന് കയറി വന്ന വഴി മുഴുവൻ ഇറങ്ങുക. സ്റ്റെപ്പ് കുറേ സ്റ്റെപ്പുണ്ട്, ഭയങ്കര സ്റ്റീപ്പാണ്. ഇറങ്ങി താഴേക്ക് ഇറങ്ങുക. ഇനി താഴെ എത്രയും ഒരു 1.5 കിലോമീറ്റർ താഴേക്ക് നടന്നാലേ ഉള്ളൂ വണ്ടി ഇട്ടെടുത്തെത്താൻ പറ്റുള്ളൂ. അടുത്തു, പക്ഷേ നല്ല വ്യൂ ആണ്. നല്ല ബോത്ത് വാച്ചിങ്. ഇത്രയും കഷ്ടപ്പാടുണ്ടായാലും നന്നായിരുന്നു. ഇനി ഞങ്ങൾ പതിയെ ഇറങ്ങട്ടെ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഒന്ന് വയനാടിന് തിരിച്ചങ്ങ് പോവാണ്, തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇത് അപ്പോൾ താഴെ ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, താഴെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അതെവിടെ ഒരാൾ മടുത്ത് കുത്തിയിരിക്കുന്നു നടുക്ക്. മടുത്തു, ക്ഷീണിച്ചു. ഇനിയുണ്ട് ഇറങ്ങാൻ ദൂരം. ആവൂ, ക്ഷീണിച്ചു ഒരാൾ. വാ, എണിച്ചു വാ, വീട്ടിൽ പോകണ്ടേ. ഇത് തിരിച്ച് ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇപ്പോൾ ലഞ്ച് കഴിച്ച് നേരെ പോകും. ഇനി വേറെ എവിടെയും കറങ്ങുന്നില്ല. ഞങ്ങൾ മുമ്പ് വയനാട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഇടയ്ക്കൽ കേവ് കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നിവിടെ. ഇത് ശരിക്കും ഒരു ഫുൾ ഡേ കറങ്ങാനുണ്ട്. അപ്പോൾ ഇതും കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് താഴെ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോവായിരിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ പേര് ഇട്ടേക്കാം. എല്ലാവരും അതിനിടയ്ക്കുമ്പോൾ ചക്കുപ്പേരിയൊക്കെ വാങ്ങിച്ചത് പിന്നെ വന്നു. താഴെ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ചില്ലറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചക്കുപ്പേരി വാങ്ങിച്ചത്. ആക്ച്വലി ഇവിടെ എവിടെയും ഗൂഗിൾ പേ ഒന്നും എടുക്കത്തില്ല. ടിക്കറ്റൊക്കെ നമ്മൾ പൈസ തന്നെ കൊടുക്കണം. അതുകൊണ്ട് താഴെയും നമ്മൾ പൈസ കിട്ടാൻ വേണ്ടി ഗൂഗിൾ പേ ചെയ്തിട്ട് ബാലൻസ് വാങ്ങിച്ച് അങ്ങനെയാണ് ഇവിടെ വരുന്നൊരു മസ്റ്റായിട്ടും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മഴയുണ്ട്. സോ കുട കൊണ്ടുവരണം. തൊപ്പി, ഇടയ്ക്ക് നല്ല വെയിലുണ്ട്. തൊപ്പി, ഷൂസ് വേണം മസ്റ്റ്, വാട്ടർ ബോട്ടിൽ. ഇത്രയും കാര്യങ്ങൾ മറക്കാതെ വേണം ഇവിടെ വരാൻ. ചെരുപ്പൊക്കെ ഇട്ട് കയറില്ല, നല്ല ബുദ്ധിമുട്ടാണ്. സോ ഇടയ്ക്കൽ കേവ് വരാൻ പ്ലാൻ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇതോടുകൂടി ഞങ്ങളുടെ വെക്കേഷൻ ട്രിപ്പ് തീരെയാണ്. അപ്പോൾ എല്ലാവരും ബൈ പറഞ്ഞേക്ക്. ബൈ പറ. ബൈ. ഇനി ഞങ്ങൾ മറ്റുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. സോ ജസ്റ്റ് ഫോട്ടോയുടെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.